ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്താണ് എക്കോസിസ്റ്റം, അതുപോലെ എക്കോളജി, ഫുഡ് ചെയിൻ എന്താണ്, അതുപോലെ ഇക്കോളജിക്കൽ പിരമിഡ്സ്, ഇക്കോളജിക്കൽ സക്സഷൻ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നിങ്ങൾക്ക് എന്താണ് ഇക്കോസിസ്റ്റം എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം പല ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം ഉണ്ട്. ഫോറസ്റ്റ് എക്കോസിസ്റ്റം, അതുപോലെ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം, പോണ്ട് എക്കോസിസ്റ്റം, ഡെസേർട്ട് എക്കോസിസ്റ്റം, അങ്ങനെ പല ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം ഉണ്ട്. അതിലെ നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ ചില എക്കോസിസ്റ്റത്തെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അതിലെ ഫസ്റ്റ് വണ്ണാണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം. നമുക്ക് ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്താണെന്ന് നോക്കാം. നമുക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വുഡ്ലാൻഡ് യൂണിറ്റിനെയാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് ആനിമൽസും അതുപോലെ ബേർഡ്സും ഒരുപാട് സ്പീഷീസ് ഹാബിറ്ററ്റ് ആയിട്ടുള്ള ഒരു ഏരിയനെയാണ് നമ്മൾ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരുപാട് നല്ല രീതിയിൽ നല്ല ഹൈ റെയിൻഫോൾ ആണ്, വലിയ മഴയൊക്കെ നല്ല രീതിയിൽ മഴ കിട്ടുന്ന ഒരു ഏരിയയാണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം. അതുപോലെ നമ്മുടെ ഒരു വേൾഡിൽ തന്നെ 40% ഫോറസ്റ്റ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 90%, 19% നമ്മുടെ ഇന്ത്യയിലെ 19% ഫോറസ്റ്റ് ആണ് ഉള്ളത്. ഇനി അടുത്ത് നോക്കാൻ പോകുന്ന ടൈപ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം. ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിന്റെ ടൈപ്പ് ഫീച്ചേഴ്സ് ഒക്കെ നോക്കാൻ പോവാണ്. അതിനെ ക്ലൈമാറ്റിക് കണ്ടീഷൻ വെച്ചിട്ട് ആ ഒരു ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്തേക്കുവാണ്. 5 ടൈപ്പാണുള്ളത്. ഫസ്റ്റ് വൺ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, സെക്കൻഡ് വൺ ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ സ്ക്രബ് ഫോറസ്റ്റ്, ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ്, ടെമ്പറേറ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ്. ഫസ്റ്റ് വൺ നോക്കാം, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉഷ്ണമേഖല മഴക്കടൽ, അതാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്നുള്ളത്. ദേ ആർ ഫൗണ്ട് നിയർ ദി ഇക്വേറ്റർ, ഇക്വേറ്ററിനോട് അടുത്തായിട്ട് കാണപ്പെടുന്നത്, അതാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ ടെമ്പറേച്ചർ, അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ നല്ല ചൂട്, ഹൈ ടെമ്പറേച്ചർ, നല്ല ചൂടുള്ള ഒരു ചൂടാണ് അവിടുത്തെ ഒരു ക്യാരക്ടറൈസേഷൻ എന്നുള്ളത്. ദേ ഹാവ് ബ്രോഡ് ലീഫ് ട്രീസ് ലൈക്ക് ടീക്ക് ആൻഡ് ആനിമൽസ് ലൈക്ക് ലയൺ, ടൈഗർ, മങ്കീസ് എക്സെട്ര. അവിടെയുള്ള ഒരു ട്രീസിൻ്റെ ഒക്കെ ലീഫിന് പറഞ്ഞാൽ ബ്രോഡ് ലീഫ് പറഞ്ഞാൽ പരന്ന നല്ല വലിയ പരന്ന ടൈപ്പില്ല, ആ ഒരു ടൈപ്പുള്ള ലീഫാണ് അവിടെയുള്ളത്. ഈ നിബിഡ വനങ്ങൾ എന്നൊക്കെ പറയുമല്ലേ, ആ ഒരു ടൈപ്പ്, അതാണ് ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് അവിടെ കാണുന്നത്. കാരണം ഇടത്ത് നല്ല തിങ്ങിയ മരങ്ങളൊക്കെ ഉള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ സൺലൈറ്റ് ഒക്കെ, സൂര്യപ്രകാശമൊക്കെ അകത്തേക്ക് കടക്കുന്നത് കുറവായിരിക്കും, പ്രയാസമായിരിക്കും. കാരണം അങ്ങനെ തിങ്ങിയുള്ള ഇലകളൊക്കെ ഉള്ള ആ ഒരു ഫോറസ്റ്റാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു നല്ല മഴ ലഭിക്കുന്ന, നല്ല രീതിയിൽ നല്ല മഴ ലഭിക്കുന്ന ഒരു ഏരിയയാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. അപ്പം അങ്ങനെ മഴയൊക്കെ ഒരുപാട് നല്ല ഹെവി റെയിൻഫോൾ ആണ്. അപ്പം അങ്ങനെ ഒരു മഴ ഈ മണ്ണിന് അത്ര സ്ട്രെങ്ത് ഒന്നും ഉണ്ടാകുകയില്ല. കാരണം ഒരുപാട് മഴ ലഭിക്കുന്ന സമയത്ത് മണ്ണിന് സ്ട്രെങ്ത് ഉണ്ടാവില്ല, മണ്ണ് വീക്കായിരിക്കും. അപ്പം അങ്ങനെ വരുന്ന സമയത്തൊക്കെ മണ്ണൊലിപ്പൊക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ന്യൂട്രിയൻസും, ആ മണ്ണിലെ ന്യൂട്രിയൻസും കുറവായിരിക്കും. അപ്പം നമ്മുടെ ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് നമ്മുടെ കേരളത്തിലെ സൈലന്റ് വാലി അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് സൈലന്റ് വാലി എന്നുള്ളത്. ഇനി സെക്കൻഡ് വൺ ആണ് ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റ്. ഡെസിഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ഇല പൊഴിയുന്നത് തന്നെയാണ് ഡെസിഡ്യൂസ് എന്ന് പറയുന്നത്. ദേ ഫൗണ്ട് ലിറ്റിൽ എവേ ഫ്രം ദി ഇക്വേറ്ററിനോട് കുറച്ച് മാറിയിട്ടുള്ളതാണ് നമ്മുടെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇക്വേറ്ററിനോട് അടുത്ത് കിടക്കുന്നതാണ്. ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇക്വേറ്ററിനോട് കുറച്ച് മാറി കാണപ്പെടുന്നതാണ്. ക്യാരക്ടറൈസ്ഡ് ബൈ വാം ക്ലൈമറ്റ് ആൻഡ് റെയിൻ ഓൺലി ഡ്യൂറിങ് ദ മൺസൂൺ, നല്ല വാമായ ക്ലൈമറ്റാണ് അവിടുത്തെ ഒരു സവിശേഷത. പിന്നെ പറയുന്നത് മഴ എപ്പോഴാണ്, മൺസൂൺ ആ ഒരു സീസണിൽ മാത്രമേ മഴയുള്ളൂ എന്നാണ് പറയുന്നത്. They have trees like maple, oak and animals like deer, fox, rabbit, etc. അവിടെയുള്ള ട്രീസ് എന്ന് പറഞ്ഞാൽ ഓക്ക്, ആ ടൈപ്പൊക്കെ ഉള്ള ഓക്ക് അതുപോലത്തെ ഉള്ള മരങ്ങളും, അതുപോലെ ഡിയർ, ഫോക്സ്, റാബിറ്റ് അങ്ങനെയുള്ള ആനിമൽസ് ഒക്കെയാണ് അവിടെ ഉള്ളതെന്നാണ്. അടുത്തതാണ് ട്രോപ്പിക്കൽ സ്ക്രബ് ഫോറസ്റ്റ്. ദേ ക്യാരക്ടറൈസ്ഡ് ബൈ ഡ്രൈ ക്ലൈമറ്റ് ഫോർ ലോങ് ടൈം, കുറേ നാളത്തേക്ക് വരണ്ട ഒരു കാലാവസ്ഥയാണ്, അതാണ് അവിടുത്തെ ഒരു സവിശേഷത. ട്രോപ്പിക്കൽ സ്ക്രബ് ഫോറസ്റ്റിൻ്റെ സവിശേഷത അതാണ്. ദേ ഹാവ് സ്മോൾ ട്രീസ് ആൻഡ് ഷെർബ്സ് ആൻഡ് ആനിമൽസ് ലൈക്ക് ഡിയർ, ഫോക്സ് എക്സെട്ര. അവിടെ എന്ന് പറഞ്ഞാൽ ചെറിയ മരങ്ങൾ, അതുപോലെ ഈ ഷെർബ്സ്, കുറ്റിച്ചെടികളൊക്കെയാണ് അവിടെയുള്ള. അങ്ങനെ ആ ഒരു ടൈപ്പാണ് അവിടെ, ആ ഒരു ടൈപ്പ് ട്രീസ് ഒക്കെയാണ് അവിടെ ഉള്ളതെന്നാണ്. അതുപോലെ ആനിമൽസ് എന്ന് പറഞ്ഞാൽ ഡിയർ, ഫോക്സ് അങ്ങനെയുള്ള ആനിമൽസ് ആണ് ട്രോപ്പിക്കൽ സ്ക്രബ് ഫോറസ്റ്റ് ഉള്ളതെന്നാണ്. അതിനടുത്ത് പറയുന്നത് ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ്. ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ശീതോഷ്ണ മേഖല മഴക്കാടുകളിൽ, അതാണ് ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ് എന്നുള്ളത്. ദേ ആർ ഫൗണ്ട് ഇൻ ടെമ്പറേറ്റ് ഏരിയാസ് വിത്ത് അഡിക്വേറ്റ് റെയിൻഫോൾ. ടെമ്പറേറ്റ് ഏരിയയിലാണ് കാണുന്നത്. പിന്നെ ഒരു നോർത്ത് ഈസ്റ്റ് അമേരിക്ക, ജപ്പാൻ അവിടെയൊക്കെയാണ് ഈ ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ് ഉള്ളത്. അവിടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്
ഈ ടെമ്പറേറ്റ് റെയിൻഫോൾ 4 സീസണും ക്ലൈമാറ്റിക് ചേഞ്ച് അനുസരിച്ച് കിട്ടുന്ന ആ ഒരു ടൈപ്പ് ഫോറസ്റ്റ് ആണത്. നമ്മൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് നമ്മൾ പറഞ്ഞു നല്ല മഴ കിട്ടുന്ന ഹെവി റെയിൻഫോൾ ആണ് അവിടെ ഉള്ളത്. ഈ ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റിൽ പറഞ്ഞാൽ 4 സീസണും അവിടെ ഉണ്ട്. 4 സീസണും നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് ചേഞ്ച് അനുസരിച്ച് കിട്ടുന്ന ഒരു ടൈപ്പ് ഫോറസ്റ്റ് ആണ്. എല്ലാ സീസണും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പുള്ള ഒരു ഫോറസ്റ്റാണ് ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ് എന്നുള്ളത്. പിന്നെ പറയുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ സോയിൽ എന്താ പറയുക, കുറച്ചുകൂടി ന്യൂട്രിയൻറ്റ് കപ്പാസിറ്റി കൂടുതലായിരിക്കും അവിടുത്തെ സോയിലിന്. കാരണം ആവശ്യത്തിനുള്ള മഴയാണ് അവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് സോയിലിൻ്റെ ആ ഒരു ന്യൂട്രിയൻ്റെ കപ്പാസിറ്റിയൊക്കെ കൂടുതലായിരിക്കും അവിടെയുള്ളത്. ഇനി അടുത്ത് പറയുന്നത് ടെമ്പറേറ്റ് ഡെസിജിയസ് ഫോറസ്റ്റ്. ടെമ്പറേറ്റ് ഡെസിജിയസ് ദേ ആർ ഫൗണ്ട് ഇൻ ദി ഏരിയ ഓഫ് മോഡറേറ്റ് ടെമ്പറേച്ചർ. ഈ മോഡറേറ്റ് ടെമ്പറേച്ചറാണ് ലഭിക്കുന്നത്. അപ്പം ആവശ്യത്തിനനുസരിച്ചുള്ള മഴയൊക്കെ ത്രൂ ഔട്ട് ഇയർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ദേ ഹാവ് ട്രീസ് ഓക്സ്, ഡിയർ, ബിയർ എക്സെട്ര. ഓക്ക് ടൈപ്പുള്ള ആ ഒരു ഓക്ക് മരങ്ങൾ അതുപോലത്തുള്ള മരങ്ങളും അതുപോലെ ഫോക്സ്, ഡിയർ, ബിയർ അങ്ങനത്തെ ആനിമൽസ് ഒക്കെയാണ് ടെമ്പറേറ്റ് ഡെസിജിയസ് ഫോറസ്റ്റിൽ ഉള്ളതെന്നാണ്. അടുത്തത് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫോറസ്റ്റിൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ ആണ് പറയുന്നത്. ഇറ്റ് മേക്സ് ദ ജനറേഷൻ ഓഫ് മെനി പോൺസ് സ്ട്രീംസ് എക്സെട്ര. പറഞ്ഞാൽ ഒരുപാട് കോളും അരുവികളൊക്കെ ഫോറസ്റ്റിൽ നമുക്കറിയാം, അരുവികളൊക്കെ ഫോറസ്റ്റുകളുണ്ട്. അതുപോലെ ഇറ്റ് മെയിൻറ്റെയിൻസ് എ ക്ലൈമറ്റ് ആൻഡ് റെയിൻഫോൾ ആണ്, കാലാവസ്ഥ അതുപോലെ മഴേനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇറ്റ് പ്രൊട്ടക്ട് മെനി വൈൽഡ് ലൈഫ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. നമ്മുടെ വൈൽഡ് ലൈഫിനെയും അതുപോലെ ബയോഡൈവേഴ്സിറ്റി ആവാസ വ്യവസ്ഥയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഫോറസ്റ്റ്. ഇറ്റ്സ് സോയിൽ ഈസ് റിച്ച് ഇൻ ഓർഗാനിക് മാറ്റർ ആൻഡ് ന്യൂട്രിയൻസ്. പറഞ്ഞാൽ ഓർഗാനിക് ന്യൂട്രിയൻസ്, മണ്ണിലെ ന്യൂട്രിയൻസും അതുപോലെ ഓർഗാനിക് മാറ്ററൊക്കെ റിച്ച് ആണ്, വളരെ കൂടുതലാണെന്നാണ്. ഇനി അടുത്ത പറയുന്നത് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. നമുക്കറിയാം ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത് നമുക്കറിയാം. ഇക്കോസിസ്റ്റം രണ്ടുമുണ്ട്, ലിവിങ് ഓർഗാനിസം, നോൺ ലിവിങ് ഓർഗാനിസം. അത് രണ്ടിൻ്റെയും കമ്മ്യൂണിറ്റി അതാണ് നമുക്ക് ഇക്കോസിസ്റ്റം എന്നറിയാം. അപ്പം ലിവിങ് ഓർഗാനിസത്തെ നമ്മൾ ബയോട്ടിക് കമ്മ്യൂണിറ്റി എന്നും നോൺ ലിവിങ് ഓർഗാനിസത്തെ അബയോട്ടിക് കമ്മ്യൂണിറ്റി എന്നും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിനും ഒരു സ്ട്രക്ചറുണ്ട് ഇതുപോലെ തന്നെ, ബയോട്ടിക് കമ്മ്യൂണിറ്റിയും അബയോട്ടിക് കമ്മ്യൂണിറ്റി എന്നുള്ളത്. അപ്പം നമുക്ക് നോക്കാം അബയോട്ടിക് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, നോൺ ലിവിങ് ഓർഗാനിസം ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അബയോട്ടിക് കമ്പോണൻസ് നോക്കാം. ദ ഓർഗാനിക്, ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് ആൻഡ് മിനറൽസ് ഫൗണ്ട് ഇൻ സോയിൽ ആൻഡ് അറ്റ്മോസ്ഫിയർ. ഈ സോയിലിൽ മിനറൽസും അതുപോലെ ഓർഗാനിക് സബ്സ്റ്റൻസ്, ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് അതൊക്കെയാണ് അവിടുത്തെ അബയോട്ടിക് കമ്പോണൻ്റ് എന്നാണ് പറയുന്നത്. ദെൻ ബയോട്ടിക് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസം, ഇതിനെയാണ് നമ്മൾ ബയോട്ടിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നമ്മൾ എക്കോസിസ്റ്റത്തിൽ പഠിച്ചാൽ നമ്മൾ പറഞ്ഞായിരുന്നു ബയോട്ടിക് കമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. അതിലെ കൺസ്യൂമേഴ്സിൽ വരുന്നതാണ് പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെറിട്ടറി കൺസ്യൂമേഴ്സ്, ക്വാട്ടർണറി കൺസ്യൂമേഴ്സ് ഒക്കെ കൺസ്യൂമേഴ്സിൽ വരുന്നതാണ്. ഇവിടെ അതുപോലെ തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സണ്ണിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്യുന്ന അവരാണ് പ്രൊഡ്യൂസേഴ്സ് വരെ. ഇവിടെ അതുപോലെ തന്നെയാണ്. ദ പ്ലാന്റ്സ് അബ്സോർബ് ദ സോളാർ എനർജി ആൻഡ് പ്രൊഡ്യൂസ് ഫുഡ് സണ്ണിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കുന്ന അതിനെയാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രീസ്, ഷെർബ്സ്, ഗ്രൗണ്ട് വെജിറ്റേഷൻ, നമ്മുടെ മരങ്ങൾ അതുപോലെ കുറ്റിച്ചെട്ട് അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സായി വരുന്നത്. ഇനി കൺസ്യൂമേഴ്സിൽ ഇവിടെയും പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെറിട്ടറി കൺസ്യൂമേഴ്സ് ഉണ്ട്. ഇനി പ്രൈമറി കൺസ്യൂമേഴ്സ് എന്താ, ഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ഓൺ ദി പ്ലാന്റ്സ് ഫോർ ഫുഡ്. ഫുഡിന് വേണ്ടി പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം പ്രൊഡ്യൂസേഴ്സിനെ ഫീഡ് ചെയ്യുന്നവരാണ് പ്രൈമറി കൺസ്യൂമേഴ്സ്. അതിൻ്റെ എക്സാമ്പിളാണ് ആൻസ്, ഫ്ലൈസ്, ഇൻസെക്ട്സ്, മൈസ്, സ്ക്വാറൽ, ഡിയർ എക്സെട്ര. അതൊക്കെ പ്രൈമറി കൺസ്യൂമേഴ്സിൽ വരുന്നതാണ് ഒരു ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ. ഇനി സെക്കൻഡറി കൺസ്യൂമേഴ്സിൽ വരുന്നതാണ് ഡിപ്പെൻഡ്സ് ദി ഹെർബിവോറസ് ഫോർ ഫുഡ്. ഹെർബിവോറസ് എന്ന് പറഞ്ഞാൽ പ്രൈമറി കൺസ്യൂമേഴ്സിനെയാണ് ഹെർബിവോറസ് എന്ന് പറയുന്നത്. വെച്ചാൽ ഈ പ്രൈമറി കൺസ്യൂമേഴ്സിനെ ഫീഡ് ചെയ്യുന്നതാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ്. അതിൽ എക്സാമ്പിളായിട്ട് വരുന്നതാണ് സ്നേക്ക്, ബേർഡ്സ്, ഫോക്സ്, അതൊക്കെ സെക്കൻഡറി കൺസ്യൂമേഴ്സിൽ വരുന്ന എക്സാമ്പിളാണ്. ഈ ടെറിട്ടറി കൺസ്യൂമേഴ്സ് ഡിപ്പെൻഡ് ഓൺ ദി കാർണിവോറസ് ഫോർ ഫുഡ്. കാർണിവോറസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി കൺസ്യൂമേഴ്സിനെയാണ് നമ്മൾ കാർണിവോറസ് എന്ന് പറയുന്നത്. എന്നാൽ സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ ഫീഡ് ചെയ്യുന്നതാണ് ടെറിട്ടറി കൺസ്യൂമേഴ്സിൽ വരുന്നത്. എക്സാമ്പിളായിട്ട് ലയൺ, ടൈഗർ അതുപോലുള്ള ആനിമൽസ് ഒക്കെയാണ് ടെറിട്ടറി കൺസ്യൂമേഴ്സിൽ വരുന്നത്. ഇനി അടുത്ത് ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഡെഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ, ആനിമൽസിനെയൊക്കെ ഫീഡ് ചെയ്യുന്നതാണ് ഡീകമ്പോസേഴ്സ് എന്നുള്ളത്. ഇവിടെയും ഡീകമ്പോസേഴ്സ് എന്താ, ബാക്ടീരിയ, ഫംഗസ്, അതുപോലെ
അങ്ങനെയുള്ള അത് തന്നെയാണ് ഇവിടെ ഡീകമ്പോസേഴ്സ് ആയിട്ട് വരുന്നത്. ഇപ്പം ഒരു ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അബയോട്ടിക് കമ്പോണൻസും ഉണ്ട്, ബയോട്ടിക് കമ്പോണൻസും ഉണ്ട്. ബയോട്ടിക് കമ്പോണൻസിൽ വരുന്നതാണ് പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. അതിൽ കൺസ്യൂമേഴ്സിൽ വരുന്നതാണ് പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെറിട്ടറി കൺസ്യൂമേഴ്സ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തെ കുറിച്ച് പഠിച്ചു. ഇനി സെക്കൻഡ് വൺ ആണ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം. ഗ്രാസ് ലാൻഡ് ഓക്യുപ്പൈസ് 20% ഓഫ് എർത്ത് സർഫസ്. നമ്മുടെ ഒരു എർത്ത് സർഫസിലെ 20% എന്ന് പറയുന്നത് ഗ്രാസ് ലാൻഡ് ആണെന്നാണ് പറയുന്നത്. ഇൻ അഡീഷൻ ടു ഗ്രാസ് ഇറ്റ് കണ്ടെയ്ൻസ് സ്മോൾ ട്രീസ് ആൻഡ് ഷെബ്സ്. ഈ ഗ്രാസ് ഗ്രാസിൽ ഈ ചെറിയ മരങ്ങൾ അതുപോലെ കുറ്റിച്ചെടികളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണെന്നാണ്. ഇത് ടൈപ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം. നമ്മളവിടെ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തെ ഇതുപോലെ 5 ടൈപ്പ്, അതിൻ്റെ ക്ലൈമാറ്റ് വെച്ച് നമ്മൾ 5 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ 3 ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്: ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്, പോളാർ ഗ്രാസ് ലാൻഡ്. അതിൽ ഫസ്റ്റ് വൺ നോക്കാം, ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്. ട്രോപ്പിക്കൽ ആണ് ഫൗണ്ട് നിയർ ദ ബോർഡർ ഓഫ് ദി ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിന്റെ ബോർഡറിൽ അടുത്തായിട്ട് കാണപ്പെടുന്നതാണ് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് എന്നുള്ളത്. ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എവിടെ കാണുന്നത്? ഇക്വേറ്ററിനോട് അടുത്തായിട്ടാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കാണുന്നത്. ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് എവിടെ കാണുന്നത്? ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിന്റെ ബോർഡറിനോട് അടുത്തായിട്ടാണ് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് കാണുന്നത്. ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ ടെമ്പറേച്ചർ ആൻഡ് മോഡറേറ്റ് റെയിൻഫോൾ. അവിടെ എന്ന് പറഞ്ഞാൽ ചൂട് നല്ല കൂടുതലാണ്, അതുപോലെ മഴയും ആവശ്യത്തിനുള്ള മഴയും ആവശ്യത്തിന് കിട്ടുന്നുണ്ടെന്നാണ്. ദേ ഹാവ് ടോൾ ഗ്രാസസ്, ഷെർബ്സ് ആൻഡ് ആനിമൽസ് ലൈക്ക് സീബ്രാസ്, ജിറാഫ് എക്സെട്ര ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല ഉയരമുള്ള ഗ്രാസും ചെടികളും അതുപോലെ കുറ്റിച്ചെടികളൊക്കെയാണ് ഉള്ളത്. അതുപോലെ സീബ്ര, ജിറാഫ് പോലെയുള്ള ആനിമൽസ് ആണ് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡിൽ കാണുന്നതാണ്. ഇനി അടുത്തത് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്. ഫൗണ്ട് ഇൻ ദി സെൻറ്റർ ഓഫ് കോണ്ടിനെൻറ്റ്സ് ഓൺ ഫ്ലാറ്റ് സ്ലോപ്ഡ് ഹിൽസ്. കോണ്ടിനെൻറ്റ്സ് അതുപോലെ ഈ സ്ലോപ്ഡ് ഹിൽസ്, ഫ്ലാറ്റ് അങ്ങനെയുള്ള ഒരു ഏരിയ, അവിടെയാണ് ഈ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് കാണുന്നതാണ്. ക്യാരക്ടറൈസ്ഡ് ബൈ വെരി കോൾഡ് വിൻ്റർ ആൻഡ് ഹോട്ട് സമ്മർ. നല്ല കോൾഡായിട്ടുള്ള വിൻ്ററും അതുപോലെ നല്ല ഹോട്ടായിട്ടുള്ള സമ്മറുമാണ് ഇവിടുത്തെ ഒരു സവിശേഷത എന്നുള്ളത്. ദേ നോട്ട് ഹാവ് ട്രീസ് ആൻഡ് ഷെബ്സ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ട്രീസോ ഷെബ്സ് അങ്ങനെയൊന്നും അതൊന്നും ഉണ്ടാകില്ല ഈ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡിൽ. ഇനി അടുത്തത് പോളാർ ഗ്രാസ് ലാൻഡ്. പോളാർ ഗ്രാസ് ലാൻഡ് ഫൗണ്ട് ഇൻ ആർട്ടിക് പോളാർ റീജിയൻ ആൻഡ് ക്യാരക്ടറൈസ്ഡ് ബൈ സിവിയർ കോൾഡ് ആൻഡ് സ്ട്രോങ് വിൻഡ്സ് എലോങ് വിത്ത് ഐസ് ആൻഡ് സ്നോ. ആർട്ടിക് പോളാർ റീജിയനിലാണ് പോളാർ ഗ്രാസ് ലാൻഡ് കാണപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ സിവിയർ കോൾഡ് ആൻഡ് സ്ട്രോങ് വിൻഡ്സ് എലോങ് വിത്ത് ഐസ് ആൻഡ് സ്നോ. നല്ല സിവിയർ ആയിട്ടുള്ള കോൾഡും അതുപോലെ നല്ല ഭയങ്കരമായിട്ടുള്ള കാറ്റ്, അതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഈ ഐസും സ്നോയൊക്കെ കൂടെ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ആയിരിക്കും പോളാർ ഗ്രാസ് ലാൻഡ് ഒരു സവിശേഷത എന്നുള്ളത്. ദേ ഹാവ് സ്മോൾ ആനുവൽ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ലൈക്ക് ആർട്ടിക് ഫോക്സ്, ആർട്ടിക് വോൾസ് എക്സെട്ര. ആർട്ടിക് ഫോക്സ് അതുപോലെ ആർട്ടിക് വോൾസ് അതുപോലെയുള്ള ആനിമൽസ് ഒക്കെയാണ് അവിടെ കാണപ്പെടുന്നതെന്നാണ്. ഇനി അടുത്ത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൻ്റെ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൻ്റെ കുറച്ച് സവിശേഷതകളാണ്. ഇറ്റ് ഈസ് പ്ലെയിൻ ലാൻഡ് ഓക്യുപ്പൈഡ് ബൈ ഗ്രാസ്. എന്നാൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ലാൻഡിൽ ഗ്രാസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അങ്ങനെ ഒരു ലാൻഡാണ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം എന്നുള്ളത്. സോയിൽ ഈസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആൻഡ് ഓർഗാനിക് മാറ്റർ. അവിടെയുള്ള മണ്ണെന്ന് പറയുന്നത് നല്ല ഒരുപാട് ന്യൂട്രിയൻസ് അതുപോലെ ഓർഗാനിക് മാറ്റർ ഒക്കെ ഒരുപാടുള്ളൊരു മണ്ണാണ് അവിടെ ഉള്ളത്. സിൻസ് ഇറ്റ് ഹാസ് ടോൾ ഗ്രാസ്, ഇറ്റ് ഈസ് ദി ഐഡിയൽ പ്ലേസ് ഫോർ ഗ്രേസിങ്. നല്ല ഹൈറ്റുള്ള ഗ്രാസും അതുപോലെ ഗ്രേസിങ് കാലി മെയിൻ അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയുള്ള പ്ലേസാണ്, അതിനൊക്കെ വേണ്ടിയുള്ള പ്ലേസാണ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം എന്നുള്ളത്. ക്യാരക്ടറൈസ്ഡ് ബൈ ലോ ഓർ അൺഈവൻ റെയിൻഫോൾ. ഒരു ആവറേജ് ആയിട്ടുള്ള റെയിൻഫോളൊക്കെയാണ് അവിടെ ഉള്ളത്. എപ്പോഴാണ് മഴ പെയ്യുന്നതെന്നും നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ആ ഒരു ആവറേജ് ആയിട്ടുള്ള മഴ കിട്ടുന്ന ഒരു ഏരിയയാണ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം. ഇനി സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. ഒരു ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു എക്കോസിസ്റ്റം ബയോട്ടിക് കമ്പോണൻറ്റും അബയോട്ടിക് കമ്പോണൻസും. ഇവിടെയുള്ള അബയോട്ടിക് കമ്പോണൻസ് എന്ന് വെച്ചാൽ അബയോട്ടിക് കമ്പോണൻസ് ആർ സപ്ലൈഡ് ബൈ CO2, H2O, നൈട്രേറ്റ്സ്, ഫോസ്ഫേറ്റ്സ് എക്സെട്ര. എക്സാമ്പിൾ ന്യൂട്രിയൻസ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പറഞ്ഞാൽ ഇവിടെയുള്ളൊരു അബയോട്ടിക് കമ്പോണൻസ് പറഞ്ഞാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ വാട്ടറൊക്കെ സപ്ലൈ ചെയ്യുന്ന അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു അബയോട്ടിക് കമ്പോണൻസ്. കാരണം നോൺ ലിവിങ് ഓർഗാനിസം കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ വാട്ടറൊക്കെയാണ് ഇവിടെ വരുന്ന അബയോട്ടിക് കമ്പോണൻസ്. ഇനി ബയോട്ടിക് കമ്പോണൻസ് നമുക്കറിയാം പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. ഒരു എക്കോസിസ്റ്റത്തിൻ്റെ
ആ ഒരു സ്ട്രക്ചർ തന്നെയാണ്. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് എന്താ, സണ്ണിൽ നിന്ന് പ്ലാന്റ്സ് സണ്ണിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കുന്നത്, അവർ തന്നെ സ്വയം ഫുഡ് ഉണ്ടാക്കുന്നത്. ഇവിടെയും പ്രൊഡ്യൂസേഴ്സ് അത് തന്നെയാണ്. ദേ പ്രൊഡ്യൂസ് ഫുഡ് സണ്ണിൽ നിന്ന് അബ്സോർബ് ചെയ്ത് ഉണ്ടാക്കുന്നത്. അതിന് എക്സാമ്പിളാണ് ഗ്രാസ്, ഫോബ്സ്, ഷെർബ്സ് എക്സെട്ര. അങ്ങനെ ചെടികൾ, പുറ്റിച്ചെടികൾ, അതൊക്കെയാണ് ഈ പ്രൊഡ്യൂസേഴ്സിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെർഷറി കൺസ്യൂമേഴ്സ്. പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ഗ്രാസ് ഫോർ ദെയർ ഫുഡ്. അവർ പ്രൊഡ്യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത്, കാരണം ഫുഡിന് വേണ്ടി പ്രൊഡ്യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് പ്രൊഡ്യൂസേഴ്സിനെ ഫീഡ് ചെയ്യുന്നവരാണ് പ്രൈമറി കൺസ്യൂമേഴ്സ്. അതിന് എക്സാമ്പിളാണ് കൗസ്, ബഫലോസ്, ഡിയർ ഒക്കെ അതിന് എക്സാമ്പിളാണ്. കാരണം അതൊക്കെ പ്രൊഡ്യൂസേഴ്സിനെ ഫീഡ് ചെയ്യുന്ന ആനിമൽസ് ആണ്. ഇനി സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ദേ ഫീഡ് ഓൺ ഹെർബിവോറസ്. ഒന്ന് പ്രൈമറി കൺസ്യൂമേഴ്സിനെ ഫീഡ് ചെയ്യുന്നത്. ഹെർബിവോറസ് എന്ന് പറഞ്ഞാൽ പ്രൈമറി കൺസ്യൂമേഴ്സിനെയാണ് നമ്മൾ ഹെർബിവോറസ് എന്ന് പറയുന്നത്. പ്രൈമറി കൺസ്യൂമേഴ്സിനെ ഫീഡ് ചെയ്യുന്നവരാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ്. അതിന് എക്സാമ്പിളാണ് സ്നേക്സ്, ഫോക്സ് ഒക്കെ. അതൊക്കെ സെക്കൻഡറി കൺസ്യൂമേഴ്സിന് എക്സാമ്പിളാണ്. ഇനി അടുത്ത് ടെർഷറി കൺസ്യൂമേഴ്സ്. ടെർഷറി കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ ഫീഡ് ചെയ്യുന്നത്. അവർ കഴിക്കുന്നത് സെക്കൻഡറി കൺസ്യൂമേഴ്സിനായിരിക്കും. അതിന് എക്സാമ്പിളാണ് ഹോക്സ്, ഈഗിൾസ് ഒക്കെ ടെർഷറി കൺസ്യൂമേഴ്സിന് എക്സാമ്പിളാണ്. ഇനി ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ പ്ലാന്റ്സും ആനിമൽസ് ഒക്കെ ഡെഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ഫീഡ് ചെയ്യുന്നതാണ്. എന്നുവെച്ചാൽ ഫംഗസ്, ബാക്ടീരിയ, അതൊക്കെയാണ് ഇവിടുത്തെ ഡീകമ്പോസേഴ്സ് എന്നുള്ളത്. ഇവിടെയും ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൻ്റെയും അതുപോലെ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൻ്റെയും ഒരു സ്ട്രക്ചർ എന്നുള്ളത് സെയിം തന്നെയാണ്. ഏറെക്കുറെ എല്ലാം സെയിം തന്നെയാണ്.